ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ സുധപ്പനാണ് കളവും കാര്യങ്ങളൊക്കെ ഇടാൻ. ഫസ്റ്റ് എന്റെ ഫോൺ തിരിഞ്ഞു പോയിട്ട് ഫോൺ കമന്നു പോയി. ഇപ്പൊ മറിഞ്ഞ് താഴെ വീണിരുന്നു. ഇന്ന് ഇവിടെ ഇടി ദിവസം ആയായിരുന്നു. ഇന്ന് സുധപ്പന് സ്കൂളിൽ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ചെക്കൻ ഇന്ന് തന്നെ വെയിറ്റ് ചെയ്യണമെന്ന് പറയാനായിട്ട് ഞാൻ ജിമ്മിലൊക്കെ പോയി വന്നോണ്ടാണ് ഈ ഡ്രസ് ഒക്കെ ഇട്ട് നിക്കണത്. അപ്പൊ ഇനി എനിക്ക് അടുക്കളയിൽ കുറെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി കളത്തിന്റെ നമ്മുടെ ചാണകം മെഴുകലും കാര്യങ്ങളെല്ലാം ചെയ്ത് സുധപ്പനാണെങ്കിൽ പൂക്കളെല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കി ഇന്നത്തെ വീഡിയോയുടെ ഒരു 3/4 ഭാഗവും എടുക്കാൻ പോണത് നമ്മുടെ ചെറുക്കനാണ്. ചെറുക്കൻ സ്റ്റിക്കൊക്കെ വെച്ചിട്ടാണ് എടുക്കാൻ പോണത്. ഇന്ന് എന്റെ ഫോണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ വെച്ചിട്ടൊക്കെയാണ് ചെയ്യാൻ പോണ. എന്തൊക്കെയാണ് ചെക്കൻ കാണിക്കാൻ പോണെന്ന് അറിയാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ സുധപ്പന്റെ ഇന്നലെ സുഞ്ചേട്ടനിട്ട കളർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞില്ല കേട്ടോ. ആരും കമന്റില് ആരും പറഞ്ഞില്ലല്ലോ. അപ്പൊ കമന്റിലൊന്ന് പറയണോട്ടെ. സുധപ്പന്റെ കളറാണ് ഇന്നത്തെ. സുധു കളറിടാൻ പോണേ. അപ്പൊ കളറിട്ട് സുധുവിന്റെ കളർ എങ്ങനെ ഉണ്ടെന്നും സുധുവിന്റെ ഓണം സെലിബ്രേഷൻ ലുക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോഴേക്കും ഞാൻ പോയിട്ട് എന്റെ പണിയൊക്കെ കഴിച്ച് എന്റെ ഈ ലുക്കിന്നൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. നല്ല പണിയുണ്ടെന്ന് ഇവിടെ. ചോറ് ഒക്കെ അടുപ്പത്തൊക്കെ ആയിട്ടുള്ളൂ. ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും സുഞ്ചേട്ടൻ പോയിട്ട് അതാണ് കാണാത്തത് ആളാ. അല്ലെങ്കിൽ ഇന്ന് നമുക്ക് സുഞ്ചേട്ടനെ കൊണ്ട് അടിപൊളി കള പിടിക്കായിരുന്നു. കളായിരുന്നല്ല നന്നായിട്ട് സുഞ്ചേട്ടൻ പേടിക്കണ്ട. ഇന്ന് വരും. ഇന്ന് വരും. ഉച്ചയാകുമ്പോ വരുവട്ടാ. നമുക്ക് നാളെ ഇടിയിക്കാം. ഇന്നപ്പോ നമ്മുടെ സുധപ്പന്റെ കളം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എങ്ങനെയാണ്? മഴയും കാര്യങ്ങളൊക്കെ 2 ദിവസമായിട്ട് നല്ല പ്രകൃതിയായിട്ടുള്ള മഴ. പക്ഷെ ഇന്നലെ ഉച്ചോടങ്ങി മഴയില്ല കേട്ടോ. ഇന്നലെ ഉച്ചോടങ്ങിയാ. പിന്നെ വൈകുന്നേരം ഒക്കെ ഇന്നലെ ഞങ്ങൾക്ക് കളക്ഷൻ ഉണ്ട്. ഏക്കായിരുന്നു കളക്ഷൻ എടുക്കാൻ. മാലിയങ്കരയൊക്കെ പോയിട്ട് ഞാൻ കുളിച്ചാണ്. ഇവൻ അറിഞ്ഞിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്നില്ല മഴ. അപ്പൊ വൈകുന്നേരം കളി കഴിഞ്ഞിട്ട് ഓണൊക്കെ ആയപ്പോഴേക്കും ഇന്ന് സെലിബ്രേഷൻ ഒക്കെ ആയപ്പോഴേക്കും ചെറുക്കൻ ഇവിടെ ഒന്നും അല്ല. അപ്പൊ ഞാൻ ഓർത്ത് സുധുവിനെ എന്നാക്കാൻ നേരം സുധു മുണ്ടൊക്കെയാണ് എടുക്കണേന്ന് അറിഞ്ഞൂടാ. ഷർട്ടൊക്കെ പുതിയ ഇട്ടിട്ടുണ്ട്. മുണ്ട് എടുക്കൂലെന്നാണ് പറയണത്. കഴിഞ്ഞ പ്രാവശ്യം സെലിബ്രേഷന് പോയപ്പോ മുണ്ടൊക്കെ എടുത്തോണ്ട് ഇവൻ മുണ്ടൊക്കെ എടുത്ത് സെറ്റായി പോയി കഴിഞ്ഞപ്പോ അവിടെ ആരും മുണ്ടെടുത്തില്ലെന്ന്. അത് കാരണം ഈ പ്രാവശ്യം പാന്റ് കൊണ്ടുപോവാ. മുണ്ട് എടുക്കണോ എന്നൊക്കെ ചോദിക്കണ്ടേ. എന്തൊക്കെയാണ് ലുക്കെന്നൊക്കെ വഴിയെ കാണാട്ടാ. അപ്പൊ നമ്മുടെ കൊച്ചു വിശേഷങ്ങളോട് തുടങ്ങാൻ പോണേന്ന് അല്ലെ സുധപ്പ? അപ്പൊ സുധപ്പനാണ് ഇനി മൊത്തം. ഞാൻ പോയിട്ട് എന്റെ ബാക്കി പരിപാടികളൊക്കെ കഴിച്ചിട്ട് വേഗം ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വരാട്ടാ. കളത്തിലുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കള കൂടെ ഉണ്ട്. നമുക്ക് സെറ്റ് ചെയ്തേക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഈ കള ഒന്ന് വരച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ അതേ അമ്മ നമുക്കൊരു ഡിസൈനൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ ഇതല്ലായിരുന്നു, വേറെ ഡിസൈനായിരുന്നു. അപ്പോൾ നമുക്ക് അമ്മ തന്ന ഡിസൈൻ പോലെ പറ്റുമോ നോക്കാം. പറ്റണ പോലെ നമുക്ക് വരക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ അമ്മ വോയിസ് ഓവർ കൊടുക്കട്ടെ. ഞാൻ ഇതുവരെ ഉള്ളൂ. ഇനി അമ്മ വോയിസ് ഓവർ കേട്ടോ. വരക്കണം കാര്യങ്ങളൊക്കെ ഇനി അമ്മ പറയും. ബാക്കിയുള്ള പൂക്കള വിശേഷങ്ങളെല്ലാം അമ്മ പറയുമെന്നും പറഞ്ഞിട്ടുണ്ട്. ആളങ്ങോട്ട് തടി തപ്പിയല്ലേ. ആൾക്കാണെങ്കിൽ ഒത്തിരി വർത്താനം പറഞ്ഞൊന്നും നിൽക്കാനായിട്ട് പറ്റൂല കേട്ടോ. ഭയങ്കര മടിയാണ് എന്തോ വർത്താനം പറയാനായിട്ട്. എനിക്കാണെങ്കിൽ നേരെ തിരിച്ചും വർത്താനം പറയാതെ ഇരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഞാനൊരു പൂക്കളത്തിൻ്റെ ഒരു 3-4 പൂക്കളത്തിൻ്റെ ഒരു ഫോട്ടോസൊക്കെ നമുക്കിപ്പോൾ ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കൊടുത്തേപ്പിച്ചുകൊണ്ട് ഞാൻ പോയി. ഇടയ്ക്ക് ഞാൻ വന്ന് പുറകിൽ വന്ന് നോക്കണുണ്ടായിരുന്നു കേട്ടോ ആളെന്താണ് ചെയ്യണേന്നൊക്കെ. ചെയ്യാൻ പറ്റുമോ, ഇനി ദേഷ്യം പിടിക്കണുണ്ടാ ചെയ്യാൻ പറ്റാതെ എന്നൊക്കെ. പക്ഷെ ഇല്ല, ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ചെയ്യണത് കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നലെ സുഞ്ചേട്ടൻ ചെയ്ത പോലെ തന്നെ എനിക്ക് തോന്നി. ആളിരുന്ന് ആ ഒരു നൂലൊക്കെ വെച്ച് റൗണ്ടൊക്കെ വരക്കണതൊക്കെ അച്ഛനെ കോപ്പി അടിച്ചേക്കണേണ്. എന്നാലും ഇരുന്ന് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെയും ചോദിച്ച് ഞാനിടട്ടെ കളറിടട്ടെ എന്നൊക്കെ. അപ്പോൾ അതിനോടുള്ളൊരു താല്പര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ താല്പര്യം ഉള്ളവരെ നിരുത്സാഹപ്പെടുത്തരുതല്ലോ. ദേടാ കളം വരക്കുന്നു, മായ്ക്കുന്നു, അങ്ങനെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ശരി, ഇന്നൊരു അടിപൊളി കളർ ഇരിക്കുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാനാണ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇത്രയും ഉറപ്പുണ്ടാവില്ല ഒരു കാര്യത്തിന്. നല്ല സൂപ്പർ കളറായിട്ട് അവൻ എന്തായാലും ഇടട്ടെ. നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അവൻ എന്താണ് ഇനി ചെയ്യാൻ പോണേന്നൊക്കെ. അതെ അങ്ങനെ കളം വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 കളം മാച്ചും വരച്ചൊക്കെയാണ് ചെയ്തതെന്നൊക്കെ എന്നോട് പറഞ്ഞ്. അങ്ങനെ പൂക്കളൊക്കെ ആൾ നേരത്തെ തന്നെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരിഞ്ഞ പൂക്കളൊക്കെ ആളിങ്ങനെ കളത്തിലൊക്കെ സെറ്റാക്കണുണ്ടാ. ആ സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ കുളിക്കാനൊക്കെ പോയിട്ടാണ്. വേഗം തന്നെ ചോറും ഒക്കെ എല്ലാം പാക്ക് ചെയ്തെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. സുധുവിന് ഇന്ന് ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ ഓണത്തിന് അവിടെ ഭക്ഷണവും കാര്യങ്ങളൊന്നുമില്ല. പായസമാണ് ഉള്ളത്. ഒത്തിരി വലിയ സ്കൂളുകളിൽ എനിക്ക് തോന്നണത് സദ്യയൊന്നും ഇല്ലയെന്ന് തോന്നണം. ഓണസദ്യകളൊന്നും അങ്ങനെ ഓണസദ്യ ഒന്നുമില്ല, പായസം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഗ്ലാസ്സൊക്കെ ആയിട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ഗ്ലാസ്സൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ അങ്ങനെ പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാൻ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് കരുതി. എല്ലാവരുടെ ഓണമൊക്കെ ഇടം വരെ എത്തി. എല്ലാവരും പൂക്കളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടാ. പൂക്കളിടാൻ ഇതുവരെ പറ്റാത്തവരുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം നമുക്ക് അടുത്ത
ഈ അടുത്ത മാസം 2-ാം തീയതി പിന്നെ 2-ാം തീയതി നമുക്ക് 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ 2-ാം തീയതി മൂലക്കളം തുടങ്ങുമല്ലോ. മൂലക്കളത്തിൻ്റെ അന്നും നമ്മൾ പൂക്കളം ഇട്ട് തുടങ്ങും കേട്ടോ. പണ്ടൊക്കെ ഞാനും അങ്ങനെ മൂലത്തിൻ്റെ അന്ന് പൂക്കളം ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ പൂക്കളമൊക്കെ നമുക്ക് അന്നും ഇട്ട് തുടങ്ങാം. ആരും അയ്യോ എനിക്ക് അത്തം മുതൽ ഇടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊന്നും വേണ്ട. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് പൂക്കളം ഇടാമെന്നേ. അത് നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്താൽ മതി. അപ്പം അതേ സുധുവാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാനിങ്ങനെ പുറകിൽ വന്ന് ഫുള്ള് ഈ പൂക്കളിടുന്നേക്ക് മുമ്പ് വരെ നോക്കിപ്പോയെങ്കിലും പിന്നെ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ നമ്മൾ സുധു പറയണ കേൾക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കളമൊക്കെ സെറ്റായിട്ടാ. ആ ഫോട്ടോ കണ്ട പോലെ ഒന്ന് കുറച്ചൊക്കെ അതേപോലെ ആയി. അത്യാവശ്യം കുഴപ്പമില്ല, സെറ്റായിന്ന് പറയാട്ടാ. അമ്മ കണ്ടിട്ടില്ല, അമ്മ കുളിക്കാൻ പോയിക്കാണ്. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്, നല്ലതാണെന്നൊക്കെ അമ്മ പറയട്ടെ അല്ലേ. ഹലോ, ഇല്ല ഇല്ല, പിന്നെ നീ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണ ഇന്നാണ്. അയ്യോ പറ. ഈ ചെറുക്കനാണെങ്കിൽ ഇല്ലേ ഇന്നിപ്പോ 2-3 പ്രാവശ്യം അതിനെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. അമ്മ വെറുതെ പറഞ്ഞാണ് വീഡിയോ എടുക്കണം കരുതി കൊണ്ട് കിടന്നുണ്ട്. വർത്താനം പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോ ഇവൻ പറയും പറ്റിക്കണെന്ന് പറയുന്നു. അങ്ങനത്തെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. സുധുവിന്റെ കളമൊക്കെ കാണിച്ചാ പിന്നെ സൂപ്പറായിട്ട് കളോട്ടുന്നുണ്ട് കേട്ടാ. സുധുവിന് എന്റെ കഴിവല്ല, സുനിച്ചേട്ടന്റെ കഴിവാണ് കിട്ടിയേക്കണത്. എന്റെ പോലെ വർത്താനം പറയാനുള്ള കഴിവല്ല അവന്. കളം വരക്കാനും മിണ്ടാതിരിക്കാനും ഒക്കെ ഉള്ളതാണ് തോന്നുന്നത് കിട്ടിയേക്കണം. അപ്പൊ നമുക്കിന്ന് രാവിലെ ചായക്ക് എന്തായിരുന്നു ഞാൻ ലൈറ്റ് ഇട്ടേട്ടാ, ഇരുട്ടിട്ട് നമുക്കിന്ന് രാവിലെ ചായക്ക് ഇന്നലെ സുനിച്ചേട്ടൻ നല്ല അടിപൊളി കിഡില്ല അടപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോ ഓർത്തന്ന പായസവും ഒരു പപ്പടവും കൂടി കഴിക്കാനൊരാഗ്രഹം. എന്തായാലും ഓണം മൂടല്ലേ, അപ്പൊ പിന്നെ പായസം കഴിക്കാൻ, ഓണം മൂടല്ലെങ്കിലും പായസം കഴിക്കാൻ തോന്നും. അപ്പം അങ്ങനെ പായസവും പപ്പടവും ഒക്കെ കഴിച്ച് സുധപ്പനാണെങ്കിൽ അപ്പം കഴിച്ച്. അങ്ങനെ സുധുവിന് പായസം രാവിലെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. സുധു എന്നെ പോലെ പ്രത്യേകതരം മനുഷ്യത്തിയല്ല. അതുകൊണ്ട് തന്നെ അവൻ കാലത്ത് എന്താണ് കഴിക്കേണ്ടത് അതുപോലെ തന്നെ കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതേ പോകാനുള്ള നേരമൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് സുധപ്പനാണെങ്കിൽ ചെത്ത് ലുക്കിലാണ് എന്നെ മമ്മി മമ്മി എന്ന് മാത്രമാണ് ഇന്ന് പുള്ളി വിളിക്കണത്. എന്ന് വെച്ചാൽ മമ്മി മമ്മി ഇങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട് അല്ലേ. സുധു സെറ്റായിരിക്കണം. സുധുവിനെ ഞാനിപ്പോൾ സ്കൂളിൽ കൊണ്ടുവന്നാക്കിയതിന് ശേഷം ഞാൻ ഓഫീസിലോട്ട് പോകും. അപ്പം അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സുധുവിൻ്റെ കളർ എല്ലാവരും കണ്ടല്ല. സുധു ഇട്ട പൂക്കളം, വാവ് സൂപ്പർ. അപ്പോൾ സുധപ്പനാണെങ്കിൽ ഇനിയിപ്പോൾ 2-3 ദിവസത്തെ വീഡിയോയിൽ സുധപ്പന ഉണ്ടാവില്ല കേട്ടോ. അതിന്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ട്രിപ്പ് പോവാണ്, സഞ്ചിയിലാണ് ട്രിപ്പ് പോകണം, എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കണം. അപ്പം ഇന്ന് ഉച്ചക്കത്തെ സ്കൂളിലെ പരിപാടി കഴിഞ്ഞിട്ട് സുധപ്പന ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഏത് സ്ഥലമാണെന്ന്. പക്ഷെ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുള്ളൂ. സുധപ്പൻ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുള്ളൂ സുധപ്പൻ എവിടെയാണ് പോയേക്കണെന്നുള്ളത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇടുതരാം. പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം കേട്ടോ. സുധുവിൻ്റെ ഡ്രസ്സും സ്റ്റൈലൊക്കെ ഇതെന്നെ തന്നെയുള്ള കാണാം. ഇത്ര നേരം നീ എന്നെ തന്നെയാണ് കാണിച്ചോണ്ടിരുന്നത്. ബാക്കിലോട്ട് ഇറങ്ങിക്ക്. ഇതാണ് സുധുവിൻ്റെ ലുക്ക്. ഓണത്തിന് മുണ്ടൊക്കെ എടുത്ത് പോകണമെന്നുള്ള ഇത് ആഗ്രഹം ഉണ്ടാകുന്ന സുധുവിനോട് ചോദിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ മുണ്ടെടുത്ത് പോയിട്ട് ഒരൊറ്റെണ്ണങ്ങൾ മുണ്ടിട്ട് വന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം മുണ്ടൊക്കെ കൊടുക്കും. ഇത്തിരി ബാക്കിലോട്ട് ഇറങ്ങി കാണാൻ പറ്റുള്ള സുധുവിൻ്റെ ലുക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. സുധുവിൻ്റെ ഓണക്കോടി കൂടിയാണിത്. പിന്നെ വേറെ എടുത്തിട്ടുണ്ട്. അപ്പൊ ലുക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിർത്തിയാലാ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണോട്ടെ. വീണ്ടും ഞങ്ങളുടെ വീഡിയോ ആർക്കും കാണാൻ പറ്റണില്ല, കാരണം നമുക്ക് കാണാൻ പറ്റണില്ല എന്നുള്ള മെസ്സേജ് വരുന്നുണ്ട്. കയറി നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതെന്താണെന്ന് അറിയാൻ പാടില്ല. ശ്രുതിയോട് ചോദിക്കണം. ഇനി എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഓഫായി കിടക്കണുണ്ടാന്ന് അറിഞ്ഞൂടാ. അപ്പം നമുക്കിനി അടുത്ത നല്ല എന്നാലും നമ്മൾ നിർത്തൂല, തളരരുത് രാമൻകുട്ടി. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.